ഹായ് ഹലോ, നമുക്കിന്നൊരു നന്മീൻ്റെ നെയ്മീൻ എന്നൊക്കെ ചിലയെടുത്ത് പറയും. അതിൻ്റെ ഒരു തലയാണ് കേട്ടോ കിട്ടിയിട്ടില്ല. ഈ ഒരു തല നമ്മളിന്ന് കറി വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒപ്പം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് റെഡ് പിയോണി, ഇത് ഈ കാണുന്ന റെഡ് പിയോണി ലോട്ടസിൻ്റെ 3 ട്യൂബർ അയച്ചു കൊടുക്കുന്നതാണെന്ന് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കണം. അപ്പോൾ ഓക്കെ, ഞാനതേ ഇവിടെ തല ആദ്യം കട്ട് ചെയ്യുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്ത് ചെയ്യണം എന്നുള്ള കാര്യം വലിയ പിടുത്തമൊന്നും ഇല്ലായിരുന്നില്ല. ഞാൻ വലുതും ചെറുതുമായ പല കത്തികൾ മാറി മാറി പരീക്ഷിച്ചു. ഒടുവിൽ ചെറിയ കത്തി കൊണ്ട് തന്നെ ഒന്ന് മുറിച്ച് 2ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ 2ആയിട്ടാണ് നമ്മൾ ഈ ഒരു തല കറി വെക്കാനായിട്ട് ഇടുന്നത്. നാടൻ, അതായത് നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ നല്ല മുളകിൽ ഷാപ്പിലെ കറിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിനെ ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു അതിനെന്താ പറയുക എനിക്കറിയത്തില്ല, ഞെരുവ അങ്ങനെ എന്തോ അങ്ങാണ്ടാണ് ട്രിവാൻഡ്രത്തൊക്കെ പറയുക, ഇവിടെ എന്താണ് പറയുകയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിനെ എടുത്ത് കളഞ്ഞു. അതിനുശേഷം പിന്നെ നമുക്കത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മളിതേ കറി വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, അതുപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടികളാണ് കേട്ടോ എടുക്കുന്നത്. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നന്നായിട്ട് എരിവ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതൊന്ന് ചൂടായി വന്നു. ആ സമയം കൊണ്ട് നമ്മളിതേ കുറച്ച് കുടംപുളി എടുത്തൊന്ന് വെള്ളത്തിൽ, 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാൻ പോകാം കേട്ടോ. അതിനുശേഷം ദേ വെളിച്ചെണ്ണ, കടുക്, പിന്നെ നമ്മൾ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിലയാണ് കേട്ടോ ഇടുന്നത്. കറിവേപ്പിലയോടെ ഇട്ടു നന്നായിട്ടൊന്ന് സെറ്റായി വരുന്ന ആ ഒരു സമയത്ത് തീയൊക്കെ കുറച്ച് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു കളറൊന്ന് മാറി വരുന്നത് കഴിയുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൂടെ ഒന്ന് പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ പോയതിന് ശേഷം കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ 1 ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളവും കുടംപുളിയും എല്ലാം കൂടി അങ്ങ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കും കേട്ടോ. ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ അതിലേക്ക് നമ്മുടെ മീൻതല ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ 2ആയിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീൻതലയാണ്. അപ്പോൾ അതേ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ ഗ്രേവി എല്ലാ ഭാഗത്തേക്കും എത്തുന്നുണ്ടെന്ന് ഉണ്ടായില്ല. അപ്പോൾ ഞാനതിൽ കുറച്ച് ഗ്രേവിയൊക്കെ ഇങ്ങനെ എടുത്തേക്കിട്ട്, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ടൊന്ന് ആയി വരും കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ട് തിള വന്നതിന് ശേഷം ഉപ്പ് കൂടെ ഇട്ടൊന്ന് ഇളക്കി വെച്ചു. അതിനുശേഷം ദേ വീണ്ടും തിരിച്ചും മറിച്ചും ഞാൻ ആ തല 2-3 പ്രാവശ്യം ഒന്ന് ഇട്ടു. അങ്ങനെ മുളകിട്ട് വെച്ച നന്മീൻ തലക്കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇനി നാളത്തെ ദിവസമാണ് കേട്ടോ. ഞാൻ നാളത്തെ വീഡിയോയിലാണ് ആർക്കൊക്കെയാണ് കമൻറ്റിൽ ഇട്ടവർക്ക് ആർക്കൊക്കെയാണ് നമ്മുടെ താമരയുടെ ട്യൂബർ അയച്ചു കൊടുക്കാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോ മിസ്സാക്കല്ലേ.